ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം. ആരോ വെച്ചുണ്ടാക്കി അത് കണ്ട് ജിമീൻ പറയുന്നത് ഞാനൊന്നും ചെയ്തില്ല, ഇവർ രണ്ടുപേരാ. ശരി, നിങ്ങൾ ഇവിടുന്ന് 3 പേര് പോയി തൊട. ഇവന് കോപം യൂങ്കിലിട്ട് പോവാ. അവൻ ജങ്കുക്ക് പറയാം ഞാൻ യൂങ്കിലിട്ടോ. ജിമിൻ പറയുന്നത് അയ്യോ യൂങ്കിയ, അയ്യോ കോപക്കാരൻ, ഇവൻ ടെൻഷനാവുമല്ലോ. അപ്പോൾ ഇത് ജങ്കുക്ക് പോയി ഷുഗർ ഹയാങ് എനി 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 ഷുഗർ ടെൻഷൻ എന്നടാ ഇവിടെ ഉറങ്ങാനിവിടെ അവനവിടുത്തെ ടെൻഷനിൽ ഷുഗർ കിടന്ന് ഉറങ്ങി. ജിന്നു കുച്ചതാണ്. ജിന്നു ഇട്ട് വന്നു എന്താടാ ജിൻ ഹയാങ് യൂങ്കി പറഞ്ഞു. ഷോ സാറില്ലടാ. ജേഹുപ്പിനോട്ട് വന്ന് ജേഹുബ് ഡാൻസ് കളിച്ചായിരുന്നു. ബാക്കി മെമ്പേഴ്സ് ജേഹുബ് ഡാൻസ് കളിക്കുക ரொம்ப പറഞ്ഞു. അതിൻ്റെ പീറ്റേഴ്സും ഇങ്ങനെ ഓരോ നാൾ ഓരോന്ന് ഒരു ജോലി ചെയ്തായിരുന്നു. വിവരം തുടങ്ങി നമുക്ക് ഇന്ത്യക്ക് പോകുന്നതാണ്. അതിൻ്റെ പീറ്റേഴ്സ് മെമ്പർ എല്ലാം എൻജോയ് ചെയ്തത്. ഇപ്പം നമ്മൾ ഹീറോയിൻ. അയ്യോ എനിക്ക് കുറച്ച് ടെൻഷൻ. ഹീറോയിൻ പറയാം ഞാൻ പോയിട്ട് വരാം വെളിയിൽ. അങ്ങനെ ഹീറോയിൻ വെളിയിൽ പോകുമ്പോൾ ഡാഡി ഉണ്ടായിരുന്നു. ഡാഡി കൂടെ വന്നു. ഡാഡി പറഞ്ഞു സാരില്ലമ്മ നീ പോയിക്കോ എന്ന് ഹീറോയിൻ വന്നായിരുന്നു. സ്കൂൾ ലാബ് ഉണ്ടായിരുന്നു. ഹീറോയിൻ്റെ മമ്മിയുടെ ലാബാണ്. ലാബിൽ ഹീറോയിൻ്റെ മമ്മി ഇങ്ങനെ ജോലി എല്ലാ സ്റ്റുഡൻസിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു. പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു, ടീച്ചർ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൾ കുറച്ച് ക്ലാസ് എടുക്കുമായിരുന്നു. ടീച്ചർമാർ സയൻസ് ചോദിച്ച് എന്താ ചെയ്യുക കുട്ടികളെ അങ്ങനെ മാം പറഞ്ഞ് പഠിപ്പിച്ച് ശ്വേറ്റ മാം നിങ്ങൾ പഠിപ്പിച്ചോ എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ മാം പോയിരുന്നു. അവനെ കോളേജ് സീറ്റിൽ വരിയിരുന്നു. ഇപ്പോൾ ഒരു അണ്ണാനുണ്ടായിരുന്നു ബോക്സ്. എല്ലാവരും ഒരു അണ്ണാനെ പിടിച്ച് കെട്ടിലിട്ട് അണ്ണൻ നല്ല തെറി പറഞ്ഞായിരുന്നു. അണ്ണൻ എൻ്റെടാ എന്തൊരു ചെയ്യുന്നത് എന്ന് അണ്ണൻ ഭയങ്കര തെറി പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് തെറി പറഞ്ഞിരുന്ന ഒരു ഷാക്ക് ഇത് നമുക്ക് പ്രിൻസിപ്പൽമാരുടെ അടുത്ത് കൊണ്ടുപോവുക എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് കൊണ്ടുപോയി. അത് കൊണ്ടുവന്ന് ഹീറോയിൻ മമ്മിക്ക് ആ ബോക്സ് കിട്ടി. ഇത് എന്തോ ഒരു പറയുന്നു ഒന്നും മനസ്സിലാകുന്നില്ല പറഞ്ഞു. അത് തെറി പറഞ്ഞു. അത് അതിൻ്റെ വാസലൊന്നും സംസാരിക്കുക അതൊക്കെ ആർക്കും മനസ്സിലായില്ല. അണ്ണൻ എടുത്തുകൊണ്ട് വന്നു പെട്ടിയിലിട്ട് പ്രിൻസിപ്പൽ മാമിൻ്റെ അടുത്ത് വന്നു. മാം മാഡം ഇത് ഒരു അണ്ണാണാണ് മാം, ഇത് ഒരുപാട് ഇത് ഒരു വ്യത്യാസമുണ്ട് അണ്ണൻ എന്ന് പറഞ്ഞു. പ്രിൻസിപ്പൽക്ക് ഷോക്കായി. ഹീറോയിൻ മമ്മിയാണ് അങ്ങനെ പെട്ടി കൊടുത്തായിരുന്നു. പെട്ടി താങ്ക്സ് എന്ന് പറഞ്ഞു. ഓക്കെ മാം എന്ന് അവിടുന്ന് പോയി. അങ്ങനെ ഒരു കത്തുണ്ടായിരുന്നു. ആ കത്തിൽ എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അറിയോ? ഈ അണ്ണൻ ഒരുമാതിരി വ്യത്യാസമുള്ളത്, ഇത് നിൻ്റെ മകൾക്കാണ് ഞാൻ അയച്ചത് അങ്ങനെയായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ അച്ഛനിക്ക് വേറെ പണിയില്ല, ഓരോന്ന് മൃഗത്തിന് അയച്ച് ടോർച്ചർ. അച്ഛനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒന്നും മനസ്സിലായില്ല. ഹീറോയിൻ്റെ മമ്മീൻ്റെ അച്ഛനാണ് അണ്ണൻ അയച്ചത് ഗിഫ്റ്റായിട്ട്. ആ വണ്ടി കൊണ്ടുവരുന്നവർ ഡെലിവറി കൊണ്ടുവരുന്നവർ ഇവർ മാതിയാക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ്റെ ഗ്രാൻഡ് പാ അയച്ചതായിരുന്നു ഗിഫ്റ്റ്. ഇതിൻ്റെ മകൾക്കാണ്. അത് ബദല നിൻ്റെ മകൾക്ക് ഈ അണ്ണാനൊരു പകരമാണ് ഫ്യൂച്ചർ ഹസ്ബൻഡ് വരാൻ പോകുന്നത്. ഇത് നീ സൂക്ഷിച്ച്, ഇതൊരു വ്യത്യസ്ത അണ്ണാണ് അങ്ങനെ പറഞ്ഞ് അമ്മ എഴുതിയായിരുന്നു. അമ്മ നമ്പില്ലായിരുന്നു. ശരി അച്ഛൻ എന്തോ മണ്ടത്തരം കൊടുക്കുക. അങ്ങനെ ഹീറോയ്ക്ക് ഇഷ്ടപ്പെടും ഇത് പറഞ്ഞു. എത്ര പെട്ട് ഒരു ഡോഗ്. ഹീറോയിന് മുമ്പ് ഫാഷൻ ഓർക്കുക. ഒരു ഡോഗും ഗ്രാൻഡ് പ അയച്ചു. ഗ്രാൻഡ് പ പറഞ്ഞിട്ട് അയച്ചതാ. ഇതുണ്ടാ അപ്പോൾ അങ്ങനെ അയച്ചതാ. ചെറിയ പ്രൈസാണ്. അപ്പോൾ 4 വയസ്സ്. അവ ഡോക്കള് മാലിക്ക് ഡോഗ് ഇഷ്ടമില്ല. അവൻ ആ ഡോഗിനെ കണ്ട ഹീറോയിൻ മൊറയൊക്കെയായിരുന്നു. ആ ഡോഗൊക്കെ പേടിയായി. അവിടെ നിന്ന് ഇത് ഓട്ടം. ആ നായിനെ കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു. എനിക്ക് ഡോഗ് വേണ്ട. അങ്ങനെ ആ ഡോഗിനെ വേണ്ട എന്ന് ക്യാൻസൽ ചെയ്തു. അതുമാത്രമല്ല ഒരു ക്യാറ്റ് 1ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ക്യാറ്റ് കൊടുന്നു. ക്യാറ്റിനോട് ഹീറോയ്ക്ക് ടെൻഷനായി തുടങ്ങി. ക്യാറ്റും ഇഷ്ടപ്പെട്ടില്ല. നമ്പർ കെട്ട ഗ്രാൻഡ് പായിക്കായിരുന്നു. ഇപ്പോഴാണ് 12ൽ ഒരു പക്ഷി അയച്ചു. അതുകൊണ്ട് ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ചെയ്ത് കണ്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഹീറോയ്ക്ക്. അതുകൊണ്ട് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഈ പെട്ടൊന്നും വേണം, എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള പെട്ട് വേണം. ഹീറോയുടെ ഫ്രണ്ട്സുകളും നിറയെ പെട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ പെട്ടൊന്നും വേണ്ട, എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഹീറോയിൻ ഇത് വേണ്ട, എനിക്ക് സ്കൂൾ പോകുമ്പോൾ കുറച്ച് കഷ്ടമാവും എന്ന് ഹീറോയിൻ ടെൻഷനിൽ പറഞ്ഞായിരുന്നു. എന്തിനു കൊടുക്കുക. ലാസ്റ്റ് ഗ്രാൻഡ് പ ഇത് അയച്ചു. ഗ്രാൻഡ് പേനിരിക്കാം. ഇത് കഷ്ടമല്ല, ഇത് അവളുടെ ലൈഫ് പാർട്ടിൽ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഗ്രാൻഡ് പ സ്മൈൽ ചെയ്തായിരുന്നു.
അവിടെ സ്മൈൽ ചെയ്തു. ഇപ്പോൾ ഹീറോയിനെ നോക്കാം. ഹീറോയിൻ വന്നു. മോം കോളേജ് ടയർഡായി. അപ്പോൾ ഒരു അണ്ണാനുണ്ടായിരുന്നു. അണ്ണാൻ ഒരു ഫുഡ് കഴിച്ചായിരുന്നു. അണ്ണാൻ ഡെയിലി കട്ടില്ല, അത് കഴിച്ച് ഊണായി. ഹീറോയിൻ യഥാർത്ഥ ബാഗ് വെച്ച് ഹീറോയിൻ തിരിഞ്ഞു നോക്കുമ്പോൾ ടി വി പാടുമായിരുന്നു. ഓ അമ്മ, ടി വിയിൽ എന്താ നോക്കുക? ഒന്നുമില്ലടി, അത് സീരിയൽ നോക്കാം. പോമോ, എനിക്കൊരു കോഫി. ശരി ശരി, കോഫി കൊണ്ടുവരാം. എന്നെ പോയി ടി വിയിൽ പാട്ട്, ഡാൻസ്, അതെ BTS മെമ്പറിൻ്റെ വീഡിയോസ് നോക്കായിരുന്നു. അങ്ങനെയായിട്ട് എന്താ പറയുക, വരുന്ന ന്യൂസ് ഉണ്ടായിരുന്നു, അത് ന്യൂസ് നോക്കായിരുന്നു. ഹീറോയിൻ്റെ മേലെ ഒരു ജമ്പ് ചെയ്തു. എന്താ ഇത്? തിരിഞ്ഞു നോക്കുക. എലി ഹെച്ചോട്ടാക്കി തുടങ്ങി. ഹീറോയിൻ മമ്മി ഓടി വന്നു. എന്താടി അമ്മ, എലിയല്ല, നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. ആ ഹീറോ എടുത്തു നോക്കും. ബുസ്സുണ്ട്. ഒരു അണ്ണാൻ കുഞ്ഞ്. മോം, ഇത് അണ്ണൻ കുഞ്ഞല്ലോ. എവിടുന്നാ? എൻ്റെ ഗ്രാൻഡ് പ അയച്ച. ഇത് ഇഷ്ടപ്പെട്ടില്ല. ശരി, ഞാൻ അയച്ചോളാം. അമ്മ വേണ്ട അമ്മ, എനിക്കിത് ഇഷ്ടപ്പെട്ടു പോയി. ഹീറോയിൻ അമ്മയ്ക്ക് കൺഫ്യൂസ് ആയി. ശരി മോം, എനിക്ക് കോഫി. അങ്ങനെ കോഫി ഇട്ട് റൂമൊക്കെ പോയി. മോം, എന്താ? ബെരീസ് ഉണ്ട് മോം. ബെരീസ് ഫ്രിഡ്ജിലുണ്ട്. അങ്ങനെ കുറച്ച് ബെരീസ് എടുത്തോണ്ട് ഹീറോ അകത്ത് പോയി. അണ്ണാനെ നോക്കി. നിന്നെ കാണാൻ ക്യൂട്ടായിട്ടുണ്ടല്ലോ. പേരെന്താ? അണ്ണൻ കുഞ്ഞ്. ഹീറോയിനെ ശ്രദ്ധിച്ചായിരുന്നു. ശരി അണ്ണൻ കുഞ്ഞ്, നിന്നെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഒരു കുട്ടിയായിരുന്നു സാധനം വേണം. എനിക്ക് ഭയങ്കരമാണ്. അതുമാത്രം എന്നെ സ്കൂളിൽ പോകുമ്പോൾ, എനിക്ക് കോളേജ് പോകുമ്പോൾ മോശമില്ല. സ്കൂൾ കഴിഞ്ഞില്ലേ എനിക്ക്. ഇപ്പോൾ കോളേജ് പോകുമ്പോൾ പേടിയൊന്നുമില്ല. എന്നെ എടുത്തോണ്ട് പോയി ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഹീറോയി പറയാതെ. ഇത് കേട്ടോ അണ്ണാന്ന് ഷോക്കായി. എന്ത്? കണ്ണാന്നിരിക്കുക. എത്ര ആനിമൽസ് വേണ്ട പറഞ്ഞ ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടു പറയാ. എന്ത് സംഭവിക്കും എനിക്കറിയില്ല. അണ്ണാൻ കുഞ്ഞിനോട് കെട്ടിപ്പിടിച്ച് വായിച്ച്. അണ്ണാനൊക്കെ ഷാക്കായി. അപ്പോൾ ഇവൾക്ക് ശരിക്കും എന്നെ ഇഷ്ടപ്പെട്ടോ? ശരി ശരി. അണ്ണൻ കുഞ്ഞ് പറയാൻ തുടങ്ങി. എനിക്ക് ശരിക്കും എന്നെ ഇഷ്ടപ്പെട്ടോ? ഇത് കേട്ട് ഹീറോയ്ക്ക് ഷാക്കായി പോയി. അണ്ണൻ സംസാരിക്കും. ഹീറോയ്ക്ക് മനസ്സിലായി. അണ്ണാനെ ശ്രദ്ധിച്ച് നോക്കായിരുന്നു ഹീറോയി. അണ്ണാൻ, എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് സംസാരിക്കാൻ